സ്പോൺസറെ കണ്ടെത്തലോ ഒന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതല്ല എന്നാണ് ഇപ്പോൾ CPM നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവരും പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. നിങ്ങൾ എന്താണ് ഇതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? എത്ര വിചിത്രമായ വാദമായിട്ടാണ് വന്നിരിക്കുന്നത് ആലോചിച്ചു. കേരളത്തിലെ ജനങ്ങളെയൊക്കെ എത്ര വിഡ്ഢികളാക്കുക. പക്ഷേ ഞാൻ പറയാത്ത കാര്യം ശ്രീ സുരേഷ് കുമാർ ദയവേത് താങ്കൾ ഇനി ഞാൻ സംസാരിക്കട്ടെ. താങ്കളുടെ അവസരത്തിൽ ചോദിച്ചതിന് ശേഷം കേട്ടതല്ലേ? അല്ല, ഞാൻ നിങ്ങളോടാണ്, നിഷയോടാണ് പറഞ്ഞത്. ഞാൻ പറയാത്ത കാര്യം പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഞങ്ങൾ പറയട്ടെ, സംസാരിക്കട്ടെ. ഇതൊരു ചർച്ചയാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രശ്നം ഇപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത് പോറ്റിയും അവിടുത്തെ ഉദ്യോഗസ്ഥരും മാത്രമല്ല എടോ വിവരം കേട്ടവരൊന്നും മിണ്ടായിരിക്കും. ഇവിടെ ഉറക്കം വരുന്നു മാത്രം പ്രസവമായ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾ അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം അവരെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വിളിക്കണ്ട. തന്റെ അവസരം സംഭാഷണത്തിലേക്ക് പോരുന്നത് ശ്രീ ചാമക്കാല ദേവസ്വം ബോർഡിന്റെ ഒരു കേസ് കൊടുക്കുക. പോയി കേസ് കൊടുക്കുന്നേ. താങ്കൾ പോയി പിണറായി ഒരു കേസ് കൊടുക്കുക. നമുക്ക് അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും വേണ്ട. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഡിബേറ്റിലേക്ക് പോകാൻ ശ്രീ പറയരുത്. പൊതു ചർച്ചയാണ്. നിങ്ങൾ ഈ കുറ്റവാളിയിലേക്ക് ശ്രീ സുരേഷ് കുമാർ വേണ്ട. ശ്രീ ചാമക്കാല പറഞ്ഞു പൂർത്തിയായി. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. വിളിച്ചില്ലല്ലോ, മര്യാദയ്ക്ക് തിരുവാതുറപ്പിക്കല്ലേ. അവസരത്തിൽ ഉണ്ടായിരുന്നോ? താൻ വിളിച്ചാ പിന്നെ എനിക്ക് പറയാൻ ഇല്ല. അത്തരം വെല്ലുവിളികളോ ഭീഷണിയോ ഒന്നും വേണ്ട. മധു വേറെ കാര്യമുണ്ട്. ഈ ചന്തിയാട്ടം ഉണ്ടല്ലോ, അനുവദിക്കാൻ കഴിയില്ല. ഞാൻ മിണ്ടായിരിക്കാൻ എന്താ? തന്റെ കീഴ വീട്ടുകാരനാണോ താൻ? ആരാ? ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുമ്പോൾ മിണ്ടായിരിക്കാൻ പറയണം. വിവരം കേട്ടവൻ. മനസ്സിലായില്ലേ? എന്നെ മര്യാദ എന്നെ മര്യാദ താങ്കൾ മിണ്ടായിരിക്കണോ? ഞാൻ മിണ്ടായിരുന്ന ആളാ. ഞാൻ സംസാരിക്കാൻ വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും, വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, വിളിപ്പിച്ചാൽ വിളിക്കും. സാധാരണ മനുഷ്യൻ കൂടുതൽ വേണ്ട. ശ്രീ സുരേഷ് കുമാർ ദയവായി സഹകരിക്കണം. പ്രകോപനം എന്ത് പ്രഹസനമാണ് സജി പറഞ്ഞത്. ചാനൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എടോ നല്ല വിളിച്ച് സംസാരിക്കേണ്ടത്, മനസ്സിലായോ? താൻ മര്യാദ പഠിപ്പിക്കണം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാൽ നീ എടോന്ന് വിളിക്കുമ്പോ ചോദിച്ചാൽ ഉത്തരം പറയില്ല. ഞാൻ സ്കൂളിൽ തെറിയാണോ പഠിപ്പിക്കുന്നത്? എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അവസരത്തിൽ ഞാൻ താങ്കളുടെ അവസരത്തിൽ ഞാൻ ഇടപെട്ടപ്പോ താങ്കൾ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ.
മര്യാദയ്ക്ക് സംസാരിക്കണം. വിളിക്കേണ്ടി വന്നാൽ വിളിക്കും. മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ അതെ. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ഗുഡ് ബൈ.